പിറ്റേ ദിവസം തന്നെ തിരിച്ചു വന്നോളാമെന്ന് ദേവിയോട് പറഞ്ഞെങ്കിലും ഒരു ദിവസം കൂടി അമ്മയ്ക്കൊപ്പം നിന്നിട്ടാണ് ആമി ഓഫീസിലേക്ക് പോയത്. വന്നപ്പോൾ മുതൽ അവൾ പെൻഡിങ് വർക്കുകളെല്ലാം തീർക്കാനുള്ള തിരക്കിലായിരുന്നു. ശ്രുതി വാച്ച് കെട്ടിയിരിക്കുന്ന തൻ്റെ കൈ ആമിയുടെ മുഖത്തിന് പിന്നിലായി നീട്ടിപ്പിടിച്ചു. ആമി അവളെ കണ്ണുമിഴിച്ചു നോക്കി. എന്താ, സമയം എത്രയായിന്നറിയോ? കൈമാറ്റാതെ തന്നെ ശ്രുതി ചോദിച്ചു. എന്താ നിനക്ക് സമയം നോക്കാൻ അറിയില്ലേ? എടി, മണി 12 കഴിഞ്ഞു. അതിന് നിനക്ക് വിശക്കുന്നുണ്ടോ? ആമി മുഖത്തിന് വലിയ ഭാവമാറ്റമൊന്നും വരുത്താതെ ചെയ്യുന്ന പണി തുടർന്നുകൊണ്ട് തന്നെ ചോദിച്ചു. സാധാരണ ഒരു അവസ്ഥയിൽ ഈ നേരം കൊണ്ട് ഒരു 3 തവണയെങ്കിലും നീ ദർശൻ സാറിനെ കാണാൻ പോയിട്ടുണ്ടാകും. ഇന്നിപ്പോൾ വന്നത് മുതൽ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുകയാണ്. ഒരു തവണ പോലും നീ ഇവിടെ നിന്നും എഴുന്നേറ്റിട്ടില്ല. സാധാരണ പണിയെടുക്കാത്തതിനാണ് കംപ്ലൈൻറ്റ്. ഇന്നിപ്പോൾ പണിയെടുത്തതിനാണോ നിന്റെ കംപ്ലൈൻറ്റ്? അവളെ കളിയാക്കുന്നത് പോലെ ആമി പറഞ്ഞു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് ആകെ അടിമുടി ഒരു മാറ്റം പോലെ എനിക്ക് തോന്നി. ഇവൾക്ക് മാത്രമല്ല, എനിക്കും തോന്നി. സ്വാതിയും ശ്രുതിക്കൊപ്പം നിന്നു. അതെ, 2 ദിവസം ഇല്ലാതിരുന്നത് കൊണ്ട് ഇതെല്ലാം എനിക്കിപ്പോൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ദർശേട്ടനെ കാണാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് പോകാതിരുന്നത്. അവർക്ക് വിശ്വസിക്കാൻ പാകത്തിൽ ആമി പറഞ്ഞെങ്കിലും ശ്രുതിക്കും സ്വാതിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. സാവകാശം കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് കരുതി അവർ അവരുടെ ജോലി തുടർന്നു. അവൾക്ക് എന്ത് പറ്റിയതായിരിക്കുമെടാ? പനിയൊക്കെ മാറിയെന്നാണല്ലോ ഇന്നലെ സ്വാതി പറഞ്ഞത്. പിന്നെ എന്താ അവൾ വരാതിരുന്നത്? അസ്വസ്ഥമായ മനസ്സോടെ ദർശൻ നിഖിലിനോട് ചോദിച്ചു. നീ ഇതാരുടെ കാര്യമാണ് പറയുന്നത്? എടാ, അവളില്ലേ, ആമി. അവൾ ഇന്നലെ വരുമെന്നാ ദേവി എന്നോട് പറഞ്ഞത്. ഇന്നലെ സ്വാതി പറഞ്ഞു ഇന്ന് വരുമെന്ന്. ഇന്നും കണ്ടില്ലല്ലോ. അവളല്ലേടാ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. എവിടെ? അവൾ സാധാരണ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ. അവൾ എപ്പോൾ വന്നു? സാധാരണ വരുന്ന സമയത്ത് തന്നെ അവൾ എത്തി. എന്നിട്ടെന്താ അവൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത്? അതിപ്പോ 2 ദിവസമായില്ലേ കൂട്ടുകാരെ കണ്ടിട്ട്. 2 ദിവസത്തെ വിശേഷങ്ങൾ പറഞ്ഞു തീർന്നിട്ടുണ്ടാവില്ല. അതാകും ഇവിടെ വരാത്തത്. ഞാനെന്നൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത വല്ലതും അവൾക്കുണ്ടോ? അവളെന്നൊരാൾ അവിടെയുണ്ടെന്നുള്ള ചിന്ത നിനക്കുണ്ടായിരുന്നില്ലല്ലോ ഇത്രയും നാളും. ചിന്തയില്ലാതെയാണോടാ മുഴുവൻ സമയവും ഞാൻ അവളെ തന്നെ ഈ ക്യാമറയിലൂടെ നോക്കിയിരുന്നത്? അത് അവൾക്കറിയില്ലല്ലോ. പെട്ടെന്ന് ദർശൻ എഴുന്നേറ്റു. നീ ഇതെങ്ങോട്ടാ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ടേബിളിലിരുന്ന ഒരു ഫയൽ അവൻ കയ്യിലെടുത്തു. ഇതെന്തിനാ? ചുമ്മാ അങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ? എന്തെങ്കിലും കാരണം വേണ്ടേ? അതിനാണ്. നിഖിലിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ദർശൻ ആമിക്കടുത്തേക്ക് പോയി. ദർശൻ ചെല്ലുമ്പോൾ ആമയും ബാക്കി 2 പേരും അവരുടെ വർക്കിലായിരുന്നു. അവനെ കണ്ട് 3 പേരും ഒന്ന് എഴുന്നേറ്റു. ശ്രുതി, ഈ ഫയൽ ഇത് ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് എന്നെ ഏൽപ്പിക്കണം. സാർ, ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയ വർക്കിൻ്റെ ഫയലാണ്. വേദികയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചത്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രുതിയോട് സംസാരിക്കുമ്പോഴും അവൻ ഇടയ്ക്കിടെ ആമിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ സിസ്റ്റത്തിൽ നിന്നും കണ്ണു മാറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇനിയും അവരോട് സംസാരിക്കാൻ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവൻ മുറിവിട്ടിറങ്ങി. എടി, പനി വന്നപ്പോൾ നിന്റെ ഉണ്ടായിരുന്ന വെളിവും പോയോ? ദർശൻ മുറിവിട്ടിറങ്ങിയതും സ്വാതി ദേഷ്യത്തോടെ ആമിയോട് ചോദിച്ചു. നിനക്ക് എന്ത് തോന്നുന്നു? ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു. നിനക്കിട്ട് 2 തരാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിന് മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ദർശൻ സാർ വന്നപ്പോൾ നീയൊന്ന് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ ആളിനെ. ശ്രുതിയും സ്വാതിക്കൊപ്പം നിന്ന് ആമിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ ചോദിച്ചു. എനിക്കപ്പോൾ മൈൻഡ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഇനി എപ്പോഴാണ് ഭവതിക്ക് തോന്നുന്നത്? സ്വാതിയും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു. അതെനിക്കറിയില്ല. പക്ഷേ തോന്നുന്നത് വരെ ഞാൻ മൈൻഡ് ചെയ്യാനും പോകില്ല, കാണാനും പോകുന്നില്ല. ഇപ്പോൾ അതാ എൻ്റെ തീരുമാനം. അവസാന വാക്കെന്ന പോലെ പറഞ്ഞുകൊണ്ട് ആമി മുറിവിട്ടിറങ്ങി. ശ്രുതിയും സ്വാതിയും പരസ്പരം നോക്കി നിന്നു. പെട്ടെന്ന് ശ്രുതിക്ക് ദർശൻ്റെ കോൾ വന്നു. യെസ് സാർ. ഓക്കെ സാർ. ദർശൻ സാറാണ്. എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. മിക്കവാറും ആമിയുടെ കാര്യം ചോദിക്കാനായിരിക്കും. ഞാൻ എന്താണീ പറയേണ്ടത്? അങ്ങേരുടെ ഭാര്യയ്ക്ക് പ്രാന്താന്ന് പറ. ഇപ്പോൾ കൊണ്ടുപോയാൽ ഷോക്കില്ലാതെ കാര്യം നടക്കുമെന്ന് പറ. സാർ, എന്താ എന്നോട് വരാൻ പറഞ്ഞത്?
ആമിക്ക് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എന്താ സാർ? പിന്നെ പിന്നെന്താ അവൾ അങ്ങനെ ഇരിക്കുന്നത്? ആകെ മൂഡ് ഓഫ് ആയ പോലെ തോന്നിയല്ലോ എനിക്ക്. അത് അത് പിന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നതല്ലേ, അതിൻ്റെ ക്ഷീണമുണ്ട് അവൾക്ക്, അതാ. മടിച്ച് മടിച്ച് എങ്ങനെയൊക്കെയോ ശ്രുതി പറഞ്ഞൊപ്പിച്ചു. തീരെ വയ്യെങ്കിൽ അവളോട് ലീവ് എടുത്തോളാൻ പറ. നന്നായി മാറിയതിന് ശേഷം വന്നാൽ മതിയെന്ന് പറ. ശരി സാർ. ശ്രുതിക്ക് ദർശനെ പാവം തോന്നി. നേരിൽ കാണുമ്പോൾ ഒരുപാട് ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും ആമിയോടുള്ള അവൻ്റെ സ്നേഹം നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളവളാണ് ശ്രുതി. ഇതേ സമയം വാഷ്റൂമിൽ ദർശനെ അവഗണിച്ചതിനുള്ള സങ്കടത്തിൽ കരയുകയായിരുന്നു ആമി. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ദർശൻ്റെ മനസ്സിൽ ആമിയുടെ മുഖം തന്നെയായിരുന്നു. വാടിത്തളർന്നത് പോലെയുള്ള അവളുടെ മുഖം. തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാത്ത അവളുടെ ഭാവം അവൻ്റെ മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നി. ഒപ്പം അവനോർത്തു, ഇതിലും കൂടുതൽ അവളെ അവഗണിച്ചിട്ടുണ്ട്. അടുത്തു വരുമ്പോൾ ആട്ടി ഓടിക്കുന്നത് പോലെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്നേരം അവളുടെ മനസ്സും എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. ഇഷ്ടക്കുറവ് കൊണ്ടല്ല പെണ്ണെ, മനസ്സ് നിറയെ നീ മാത്രമായിരുന്നു. എൻ്റെ സാഹചര്യം അതായിപ്പോയി. നിറഞ്ഞു വന്ന കണ്ണീരിനെ തടയാനായി ദർശൻ ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചു. എന്താ ചേട്ടാ ഇവിടെ വന്നിരിക്കുന്നത്? അവനടുത്തേക്കായി വന്നുകൊണ്ട് ദേവി ചോദിച്ചു. അവളുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു അന്നേരം. ആ സന്തോഷം കളയണ്ട എന്ന് അവൻ ഓർത്തു. ഒന്നുമില്ല, അച്ഛൻ വന്നില്ലല്ലോ, അതാ ഞാൻ ഇവിടെ നോക്കിയിരുന്നത്. അച്ഛൻ പെട്ടെന്ന് എങ്ങോട്ടേക്കാ ഏട്ടാ പോയത്? അറിയില്ല മോളെ, ഒരു ഫോൺ വന്നതാ. ആരോടും ഒന്നും പറയാതെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പോയി. ആമി വന്നില്ലേ ഏട്ടാ ഇന്ന്? വന്നു. എന്തു പറഞ്ഞു അവള്? 2 ദിവസത്തെ വിശേഷം മുഴുവൻ പറഞ്ഞു തീർക്കാൻ ഇന്ന് ഏട്ടൻ്റെ ചെവിക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അത് പിന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചതുകൊണ്ട് അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. ആണോ? അതിന് അവൾക്ക് പനി. ദേവി എന്തോ പറയാൻ വന്നതും മുറ്റത്ത് വിച്ചുവിൻ്റെ കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന വിച്ചുവിനെയും വർഷയെയും കണ്ട് ദർശനും ദേവിയും പരസ്പരം ഒന്ന് നോക്കി.